പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ അങ്ങയുടെ നാമത്തില്, അങ്ങയുടെ തിരുഹൃദയ സ്നേഹത്തില് കൂട്ടിച്ചേർത്തിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ തിരുസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അതിശക്തമായി ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ, ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും തിരുഹൃദയത്തിൽ നിന്ന് നൽകിക്കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന നല്ല ഈശോയെ, ആ സ്നേഹ പാരമ്യത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ചും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും ഇവിടെ എല്ലാ നിയോഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. തിരുഹൃദയത്തിൽ നിന്നുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറച്ച് പൂർത്തീകരിച്ചുകൊണ്ട് ഈ മക്കളെ, ഇവിടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും തിരുഹൃദയത്തിന്റെ വലിയ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് 7-ാമത്തെയും 8-ാമത്തെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങൾ. 7-ാമത്തെ വാഗ്ദാനം ഇതാണ്: മന്ദതയുള്ള ആത്മാക്കൾ തീഷ്ണതയുള്ളവരാകും. തൊട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 8-ാമത്തെ വാഗ്ദാനം, തീഷ്ണതയുള്ള ആത്മാക്കൾ ശീഘ്രത്തിൽ പരിപൂർണതയുടെ പദവിയിൽ എത്തിച്ചേരും. രണ്ട് കാര്യങ്ങൾ: മന്ദത, തീഷ്ണത, പരിപൂർണത. മന്ദതയുള്ള ആത്മാക്കളെ ഈ തിരുഹൃദയ ഭക്തിയും സ്നേഹവും വലിയ തീഷ്ണതയിലേക്ക് നയിക്കുന്നു. ഇനി തീഷ്ണതയുള്ള ആത്മാക്കളാണോ പുണ്യപൂർണതയുടെ ഉന്നത പദവികളിലേക്ക് ഈ സ്നേഹത്തിന്റെ തിരുഹൃദയ ഭക്തി ആനയിക്കും. നമുക്ക് പ്രത്യേകമായ വിധത്തില് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള് ആ വലിയ തീഷ്ണതയില്, ദൈവബന്ധത്തില്, ആ ബന്ധത്തിൽ നിന്ന് ഉരുവാകുന്ന വലിയ തീഷ്ണതയില്, ജോലിയില്, പഠനത്തില്, സ്നേഹത്തില്, ക്ഷമയില്, എല്ലാ കാര്യത്തിലും ആ ദൈവ സ്നേഹത്തിന്റെ ജ്വലനത്തില് ഇന്ന് നമ്മള് അതാണ് ജപത്തിലും ഈ 26-ാമത്തെ ദിവസത്തില് നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവിന്റെ ഹൃദയത്തിന്റെ തീഷ്ണതയാൽ ജ്വലിക്കുന്ന നാവുകള്, അഗ്നിനാവുകള്, ആ ജ്വലനം, കത്തിച്ചൊലിക്കുന്ന തീഷ്ണത, അത് ഈ തിരുഹൃദയത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാല് ആ തീഷ്ണതയില് എല്ലാ കാര്യങ്ങളും ഉന്നതമായ അഭിഷേകത്തോടെ, കരുത്തോടെ, ഉണർവോടെ, തീഷ്ണതയോടെ ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു തീഷ്ണത, ഈ ഒരു പരിപൂർണത നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ജീവിതങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ വാഗ്ദാനങ്ങളെ നമുക്കിന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കും. അനേക മക്കള് ജീവിതത്തില് ഒരു മന്ദിപ്പായി, പഠിക്കാൻ താല്പര്യമില്ല, ജോലി ചെയ്യാൻ താല്പര്യമില്ല, ഭയങ്കര ക്ഷീണം, അതിനനുസരിച്ചുള്ള ചില മരവിച്ചു പോയ അവസ്ഥകള്, അതിന് കാരണമായ മൊബൈല്, ഗെയിമുകള്, അതോടൊപ്പം തന്നെ ഏകാന്തമായ അവസ്ഥകള്, ഒത്തിരിയേറെ കൂട്ടുകെട്ട്, ലഹരി, ഇതിലൂടെയൊക്കെ പോയി ഈ ദൈവ സ്നേഹത്തിന്റെ ആ ഒരു ജ്വലനം നഷ്ടപ്പെട്ടു പോയപ്പോ നമ്മൾ അനേക മക്കള് ഇന്ന് ഈ മന്ദതയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ പഠിക്കാൻ മനസ്സില്ല. ഒത്തിരിയേറെ മക്കൾ ദിവസങ്ങളിൽ പറഞ്ഞു പഠിക്കാൻ താല്പര്യമില്ല, ജോലി ചെയ്യാൻ താല്പര്യമില്ല, പരീക്ഷയ്ക്ക് പഠിച്ച് ഒരുങ്ങി എഴുതാൻ ഒരു തീഷ്ണതയില്ല, ഒരു മന്ദിപ്പ്, ഒരു മരവിപ്പ്. ഇതെവിടുന്ന് വന്ന് ഈ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു അഭിഷേകത്തിന്റെ ജ്വലനം അത് നഷ്ടപ്പെട്ടു പോയപ്പോ എല്ലാം ഒരു മരവിപ്പായിട്ട് മാറി, ഒരു മന്ദിപ്പായിട്ട് മാറി. അതുകൊണ്ട് നമുക്ക് ഈ 2 വാഗ്ദാനങ്ങള് നമ്മുടെ വ്യക്തി ജീവിതത്തിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീഷ്ണത, പരിപൂർണത, ആ ഒരു അഭിഷേകം ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരിയേറെ മക്കൾ പറയുന്ന കാര്യമാണ്, വ്യക്തി ജീവിതത്തിലും ഒരു താല്പര്യക്കുറവ്, ഒരു മന്ദത. എന്നാല് നമ്മൾ പ്രാർത്ഥിച്ച് ഈശോയുടെ കൂടെ ഇരുന്ന് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇറങ്ങിത്തിരിക്കുമ്പോ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ ഉള്ള വലിയൊരു അഭിഷേകം ലഭിക്കും. ചിലപ്പോഴും പറയാറുണ്ട്, അഭിഷേകം ലഭിച്ചാലാണ് തീഷ്ണതയില് കത്തിച്ചൊലിക്കാനും പരിപൂർണതയില് നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ തിരുഹൃദയനാഥന്റെ വാഗ്ദാനമാണ്. അത് ലഭിച്ചാണ്ടല്ലോ
നമ്മുടെ മക്കള്, നമ്മുടെ ജീവിതങ്ങള് എല്ലാത്തിലും ഉണർവോടെ തീക്ഷ്ണതയെല്ലാം ചെയ്യും, പരിപൂർണമാക്കും. അതിനാൽ തന്നെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ആദ്യത്തെ ദിവ്യകാരുണ്യ ഈശോയുമായിട്ടുള്ള യാത്ര നമ്മുടെ വാഹനത്തിൽ ആരംഭിക്കുകയാണ്. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ആദ്യത്തെ 11 പേര്, 11+ നമ്മുടെ വണ്ടി ഓടിക്കണ സഹോദരൻ 12 പേര് ഒരുമിച്ച് ഈശോയെ എഴുന്നള്ളിച്ചുകൊണ്ട് വേളാങ്കണ്ണിയിലേക്ക്, പരിശുദ്ധ അമ്മയുടെ സവിധത്തിലേക്ക് നമ്മൾ ഇന്ന് യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ 5 മണിയോട് കൂടി നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥന യാത്ര ആരംഭിക്കും. വിശുദ്ധ കുർബാനയെ നേരത്തെ തന്നെ അർപ്പിച്ച് ഈശോ എഴുന്നള്ളിച്ചുകൊണ്ട് യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ മക്കളുടെ ഈ ജൂൺ മാസത്തിലെ മക്കൾക്കുള്ള എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും, നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി, പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുണ്ട്. അതെല്ലാം ഈ 2 ദിവസങ്ങൾ 24 മണിക്കൂറും എന്ന പോലെ കർത്താവിന്റെ തിരുസന്നിധിയില് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും ആത്മന യാത്രയില് ഒരുമിച്ചുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ ദിവ്യകാര പ്രദക്ഷിണവും, കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ജീവൻ, കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കരുണ, കർത്താവിന്റെ ഇടപെടൽ, കർത്താവിന്റെ അധികാരം, കർത്താവിന്റെ ആധിപത്യം എല്ലായിടത്തും സംസ്ഥാപിതമാക്കിക്കൊണ്ട് രാജാതിരാജനായ, സർവാധിശക്തനായ, എല്ലാത്തിനുമേൽ അധികാരവും ശക്തിയും പ്രാബല്യമുള്ള നമ്മുടെ കർത്താവിനെ നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വിളിച്ച് ഇടപെടുത്തിച്ചുകൊണ്ടുള്ള യാത്രയാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, സഹായിച്ചുകൊണ്ടിരിക്കുന്ന അനേക മക്കളുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടി നാളത്തെ യാത്രയിൽ പ്രത്യേകം പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ ഒക്കെ ദിവ്യകാരുടെ നാഥന്റെ തിരുഹൃദയ സ്നേഹത്തിലേക്കും ഈ തീഷ്ണതയുടെയും പരിപൂർണതയുടെയും വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, ദിവ്യകാരുടെ നാഥനോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധമേ നമ്മുടെ മക്കളെയും ഈ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ദിവ്യകാര സന്നിധിയിലെ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയോട് കൂടി ആയിരിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സാന്നിധ്യവും ആത്മാനയുള്ള വലിയ പ്രാർത്ഥനയും യാത്രയോട് കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു അപകടവും കൂടാതെ അഭിഷേകത്തോടെ, കരുത്തോടെ, ശക്തിയോടെ പ്രാർത്ഥനയിൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരുന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ദിവസമായിരിക്കാൻ, ഈ 2 ദിവസങ്ങളായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ തിരുഹൃദയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നിറച്ചു നിൽക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഇന്ന് മന്ദതയുള്ള ആത്മാക്കൾക്ക് വലിയ തീഷ്ണതയുള്ള ആത്മാക്കൾക്ക് പുണ്യപൂർണതയില്, പരിപൂർണതയിലേക്ക് വളരാനുള്ള അഭിഷേകവും അങ്ങ് നൽകുമെന്ന് അരുളി ചെയ്തില്ല. ഈശോ, ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തില്, പഠനത്തില്, ജോലി മേഖലയില്, ഒത്തിരിയേറെ മേഖലകളില് മന്ദരായി പോയ മക്കള്, തീഷ്ണത നഷ്ടപ്പെട്ട് ഉണർവില്ലാതെ മരവിച്ചു പോയ അവസ്ഥയില് താല്പര്യം പോലും നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട്. ഈശോയെ, ജീവിതത്തെ കുറിച്ച് പോലും താല്പര്യമില്ലാതെ പോയ മക്കള് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നോ ജോലി ചെയ്യണമെന്നോ പഠിക്കണമെന്നോ ഒന്നും താല്പര്യമില്ലാതെ ലോകാരൂപിക്ക് അടിമപ്പെട്ട് ഉറങ്ങി വിശ്രമിക്കുന്ന, തിന്നുകുടിച്ച് ആസ്വദിച്ച് മരവിച്ചു പോയ, മന്ദിച്ചു പോയ അനേക മക്കൾ ഈശോയെ, ആ തിരുഹൃദയ സ്നേഹത്തിലേക്ക്, അങ്ങയുടെ വലിയ വാഗ്ദാനത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ തീഷ്ണതയാൽ ഞങ്ങൾ ജ്വലിക്കട്ടെ. അങ്ങയുടെ തിരുഹൃദയം ഞങ്ങളോടുള്ള സ്നേഹത്താൽ തീഷ്ണതയാൽ ജ്വലിച്ചതുപോലെ, ആ സ്നേഹാഗ്നി ജ്വാലകൾ ആളിക്കത്തുന്ന പോലെ
ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആ സ്നേഹത്തിന്റെ അഗ്നി ആളിക്കത്തുന്ന ആ വലിയ തീഷ്ണത നിറയട്ടെ, അത് പരിപൂർണമാക്കപ്പെടട്ടെ. അങ്ങനെ കർത്താവേ, അങ്ങയുടെ വലിയ ശക്തിയില്, ഹൃദയത്തിന്റെ വാഗ്ദാനത്തില് തീഷ്ണതയോടെ പഠിച്ച് ജോലി ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ച് കർത്താവേ, എല്ലാ താല്പര്യക്കുറവും എടുത്തുമാറ്റി, എല്ലാ മന്ദതയും എടുത്തുമാറ്റി ഞങ്ങളുടെ മക്കളെ എല്ലാത്തിലും അവരെ അനുഗ്രഹിക്കണമേ. അവര് പരിപൂർണരാകട്ടെ. പഠനത്തില്, ജോലിയില്, അവരുടെ ബിസിനസ്സില്, ഉത്തരവാദിത്വങ്ങളില്, ജീവിത ലക്ഷ്യത്തില്, അവരുടെ ദൈവ വിളിയില്, അവരുടെ നിയോഗങ്ങളില് അവരെന്താണോ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിനെല്ലാം ഈശോയെ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 26-ാം ദിവസത്തിന്റെ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജപം. ആകാശത്തെ വിസ്മയിപ്പിക്കുന്ന ദിവ്യ സൂര്യനായ ഈശോയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. സ്വർഗവാസികളുടെ സന്തോഷമേ, പ്രകാശമേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ, ഹാ കർത്താവേ, പാപാന്തകാരത്താൽ അവലക്ഷണമായിരിക്കുന്ന എന്റെ ആത്മാവിനെ തൃക്കൺ പാർക്കണമേ. ഞാൻ അങ്ങേ ദൈവിക ശക്തിയെയും സ്നേഹത്തെയും അറിയുന്നതിനും അങ്ങേ സദാ പ്രസാദിപ്പിക്കുന്നതിനും അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതിനും കർത്താവേ, എനിക്കും എന്റെ മക്കൾക്കും ഇടവരുത്തി അരുളണമേ. എന്റെ പ്രകാശവും വെളിച്ചവുമായ ഈശോയെ, എന്റെ ഹൃദയാന്ധകാരങ്ങളെ അകറ്റി എന്നെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും പ്രകാശിപ്പിക്കണമേ. അങ്ങേ തിരുഹൃദയത്തിലെ രക്തത്താൽ കഴുകി എന്നെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധ ജപം. ഈശോ മിശിഹായുടെ തിരുഹൃദയത്തിൻ പ്രകാശമേ, എന്നെ പ്രകാശിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ തിരുഹൃദയത്തിന്റെ പ്രകാശമേ, എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും പ്രകാശിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ തിരുഹൃദയത്തിന്റെ പ്രകാശമേ, എന്നെയും എന്റെ മക്കളെയും പ്രകാശിപ്പിക്കണമേ. സൽക്രിയ. നിന്റെ രക്ഷയ്ക്ക് വിഘ്നമായിരിക്കുന്നവ ഏവയെന്ന് ആലോചിച്ച് അവയെ നീക്കുവാൻ പരിശ്രമിക്കുക. കർത്താവിന്റെ വലിയ കരുണയിലേക്കും സ്നേഹത്തിലേക്കും വലിയ തീഷ്ണതയിലേക്കും കർത്താവ് നൽകുന്ന പൂർണ്ണതയിലേക്കും തിരുഹൃദയനാഥൻ നമ്മയും നമ്മുടെ മക്കളെയും ആനയിക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ മക്കളുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ആശീർവാദ സമയത്ത് ഈ വാഗ്ദാനം പൂർത്തീകരിച്ചുകൊണ്ട് തിരുഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാല ശക്തി നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിതങ്ങളെയും ജ്വലിപ്പിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. തീഷ്ണതയാലും പരിപൂർണതയുടെ ശക്തിയാലും നിറച്ച് അനുഗ്രഹിക്കട്ടെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ.
പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിൽ നിന്ന് തീഷ്ണതയാൽ ജ്വലിക്കുന്ന അഗ്നിജ്വാലകൾ കൊണ്ട് ഞങ്ങളുടെ മക്കളെയും എരിയിപ്പിക്കണമേ, ജ്വലിപ്പിക്കണമേ. തീഷ്ണതയാലും പരിപൂർണതയുടെ ശക്തിയാൽ നിറച്ച് ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും അനുഗ്രഹിക്കണമേ. തീഷ്ണതയാൽ ജ്വലിപ്പിക്കണമേ. ആമേൻ.